പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ച ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും സമാധാനത്തിന് മുൻഗണന നൽകണം എന്ന് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇതുൾപ്പെടെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയായി, അനുകൂലമായ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇതിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു ഉഭയകക്ഷി വ്യാപാര കരാറിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്, അന്തിമമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിനിടയിലാണ് മാർക്കോ റൂബിയോ, അദ്ദേഹത്തിന്റെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമാണ്. മാത്രമല്ല, നിലവിൽ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, മാത്രമല്ല സഹകരണം ഏത് തരത്തിൽ ശക്തമാക്കുന്നു, അതിൽ അമേരിക്കയുടെ നിലപാട് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ പ്രധാനമായിട്ടും നരേന്ദ്രമോദിയെ ധരിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ നടന്നത്. അതിനപ്പുറത്തേക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ കാര്യം കൂടി ചർച്ചയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ അമേരിക്ക അവരുടെ കാഴ്ചപ്പാട് പ്രത്യേകിച്ചും മാർക്കോ റൂബിയോയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ത്യ വലിയ രീതിയിൽ ആശങ്കയോടെയും അതുപോലെ തന്നെ ആകാംക്ഷയോടെയും തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് ഈ ഒരു സംഘർഷം പോകുക എന്നുള്ള കാര്യം, പ്രത്യേകിച്ചും വലിയ തോതിൽ ഊർജ്ജ മേഖലയിൽ അടക്കം പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിൽ വലിയ തോതിൽ ഈ ഒരു ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ച് പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമല്ല, അതിന് മറുപടിയായി ഇന്ത്യ നിലനിൽക്കുന്നത് തന്നെ ആഗോള സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ചർച്ചയിലൂടെ സമാധാനത്തിലേക്ക് അതുപോലെ തന്നെ ഒരു സമന്വയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നൊരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിപ്രായമായി മാർക്കോ റൂബിയോയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് മറ്റ് വ്യാപാരം, ഊർജ്ജ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ധാരണയും ഉണ്ടായിട്ടുണ്ട്. ഇതില്ല. ശരി, അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.